കേരളം പാപ്പരാണെന്ന എ.കെ. ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മികച്ച ധനസ്ഥിതിയിലിരിക്കെയാണ് ഇടത് മുന്നണി ഭരണം അവസാനിച്ചത്. ആന്റണിയുടെ നിലപാട് തന്നെയാണോ തനിക്കെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കണം. ധവളപത്രം പുറത്തിറക്കുന്നതിനെ LDF ഭയക്കുന്നില്ല. അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നേടിയെടുക്കുന്നതിനായി സർക്കാർ സമരത്തിനിറങ്ങിയാൽ പ്രതിപക്ഷം ക്രിയാത്മക പിന്തുണ നൽകുമെന്നും ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. മുൻ ധനമന്ത്രി ഡോക്ടർ കെ.എൻ. ബാലഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത്. സംസ്ഥാനം പാപ്പറാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ.കെ. ആന്റണി. എന്താണ് ഈ ചിത്രം? നിങ്ങൾ എത്ര പാപ്പരാക്കിയിട്ടാണോ ഇറങ്ങിപ്പോയത് എന്നതാണ് ചോദ്യം. ഇന്ന് ശ്രീ എ.കെ. ആന്റണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ധവളപത്രം വരുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ മുൻ ധനകാര്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടെ സംസ്ഥാനം ധനപരമായി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാപ്പരാണെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും ധവളപത്രം പോലെയുള്ള കാര്യങ്ങൾ വരട്ടെ. കൃത്യമായ കണക്കുകളാണെങ്കിൽ യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കണക്കുകളാണല്ല. പാപ്പരല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. കാരണം ഹിമാചൽ പ്രദേശിൽ ശമ്പളത്തിന് ഫെയിലർ വന്നു. കർണാടകത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ദിവസം നിന്നു. പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയോ നാളായിട്ട് മറ്റാനുകൂല്യങ്ങളും തെലങ്കാനയെ കൊടുക്കുന്നില്ലെന്ന വാർത്തകൾ വരുന്നു. അതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. കേരളം തകർന്നു പോകുന്ന ഒരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ പോയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കാരണം വലിയ തോതിൽ പണത്തിന്റെ ചുരുക്കം വന്നു. പക്ഷെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ കണക്കുകളുള്ളതാണ്. ശ്രീ ആന്റണി എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. ഈ സർക്കാർ വന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലുള്ള അനൗൺസ്മെന്റുകളും ഇന്ദിരാ ഗ്യാരണ്ടി എല്ലാം കൊടുക്കാൻ പാടില്ല, കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും ജനങ്ങൾക്ക്, എല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്നിട്ട് അദ്ദേഹം പറയാണ് വലിയ പാപ്പരാണ്, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണെന്ന് പറയുകയാണ്. അദ്ദേഹം പഴയ അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഈ കോൺഗ്രസിന് ഈ ഗ്യാരണ്ടികളെല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട്. കാരണം വലിയ സാമ്പത്തിക ബാധ്യത വരും. പക്ഷെ നിലവിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ തന്നെ മഹാഭാഗവും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം അതിന്റെ റിപ്പോർട്ട് വന്നാൽ അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ വരാനുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്, LDF ഗവൺമെന്റ് ആയിരുന്നത്. അപ്പോൾ അതെല്ലാം നടത്തിയ ഒരു ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഇനിയും കൃത്യമായി ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ളത്, ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൃത്യമായി സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. ഖജനാവ് അടച്ചുപൂട്ടത്തില്ല, പൊട്ടിപ്പോകത്തില്ല, നിന്നു പോകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം വലിയൊരു വർധന അല്ലെങ്കിൽ പോലും ഈ നമ്മുടെ അവർക്ക് കുറച്ച് പണം പ്രഖ്യാപിച്ചതുപോലെ കൊടുത്തില്ല, അത് വേറെ കാര്യം. എന്നാൽ അത്രയും കൊടുക്കാൻ തയ്യാറായത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. KSRTCയിൽ വലിയ സൗജന്യം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നത് എന്തുകൊണ്ടാണ്? ഖജനാവ് പൂട്ടിപ്പോകത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. ശ്രീ ആന്റണി പറഞ്ഞ കയ്പുനീര് കുടിക്കണം, മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം ശ്രീ വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ കേൾക്കാതെ ഇത് കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി പോലും ശ്രീ എ.കെ. ആന്റണി പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ അത് നമ്മുടെ ഖജനാവിനെ പറ്റിയും നമ്മുടെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് സർട്ടിഫിക്കറ്റ്. ഇതാകെ തകരുന്ന സ്ഥിതിയല്ല, മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. 54,000 കോടി രൂപ നികുതിയേതര വരുമാനം 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് 1,04,000 കോടിയിലേക്ക് വർദ്ധിച്ച് നമ്മുടെ സ്ഥിതി വന്നു. എന്ന് മാത്രമല്ല, ധനകാര്യ കമ്മീഷന്റെ അടുത്ത് കേന്ദ്ര ഗവൺമെന്റുമായി നമ്മൾ ഫൈറ്റ് ചെയ്ത് 15ാം ധനകാര്യ കമ്മീഷൻ ഉള്ളതിനേക്കാളും കിട്ടുന്നതിനേക്കാളും ഒരു 0.5%-ലധികം നമുക്ക് നമ്മുടെ ഡിവിസി പൂളിൽ നിന്ന് വരുമാനം കിട്ടി. അതുകൊണ്ട് 10,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം അധികം കിട്ടുന്നത്, അത് മാത്രം. അപ്പോൾ ആ തരത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും നമുക്കെല്ലാം, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും, കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവണമെന്നേ നമുക്ക് ആഗ്രഹമുള്ളൂ. നല്ലതുപോലെ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ തന്നെ പുതിയ ഗവൺമെന്റ് ചെയ്യണം. ഗവൺമെന്റ് പുതിയ മുന്നണിയുടെ ആയിരിക്കും. പക്ഷേ നാട്ടിൽ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ നന്നായി മുന്നോട്ട് ചെയ്യുന്നതിന് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ സത്യം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി കാര്യങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ധവളപത്രം വരട്ടെ, കൃത്യമായ കണക്കുകളാണെങ്കിൽ യാതൊരു ആശങ്കയില്ല. ഞങ്ങളുടെയിലും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ആ കാര്യം വെച്ചിട്ട് ചർച്ച ചെയ്യാം.
എന്തായാലും അപകടകരമായ സ്ഥിതിയിലല്ല കേരളം എന്ന് വ്യക്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ഈ 5 അവര് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ സാമ്പത്തിക ചെലവ് വരുന്നതാണ്. അപ്പം ഒരുപക്ഷെ വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചൊരു പൊതുബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ ഇവരുടെ ഈ 5 ഗ്യാരണ്ടികൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചതിന്റെ ഒരു കാരണം? ഞാനതാ പറഞ്ഞത്, എന്തായാലും ഈ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് നടപ്പിലാക്കാൻ പറ്റുമെന്നൊരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. കേരളത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ വകുപ്പിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങൾ പുറത്ത് പറയും. അപ്പോൾ ആ കിട്ടിയ വിവരം അനുസരിച്ചും നമ്മുടെ ഈ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും മറ്റ് പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളും ഒക്കെ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഈ 5 ഗ്യാരണ്ടി എന്ന് പ്രഖ്യാപിച്ചത്. ആ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രീ ആന്റണിയെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും ബുദ്ധി ഉപദേശിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഈ KSRTCയിലെ സൌജന്യ പ്രഖ്യാപനം ഇപ്പം താങ്കൾ തന്നെ പലവട്ടം വ്യക്തമാക്കി. KSRTCക്ക് പ്രതിമാസം സംസ്ഥാന സർക്കാർ നൽകുന്ന വലിയൊരു സാമ്പത്തിക സഹായം. ഇതിനിടയിലാണ് ഒരു വരുമാന നഷ്ടത്തിലേക്ക് KSRTCക്ക് ഉണ്ടാവാൻ പോകുന്നത്. പ്രാക്ടിക്കലാവുമോ താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ പ്രഖ്യാപനം? ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഒരു മാസം 125 കോടിയിലധികം കോടി രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് KSRTC ഒരു മാസം. ഇത് കൂടാതെയാണ് പല നിർമ്മാണ ആവശ്യങ്ങൾക്കും പുതിയ ബസ് എടുക്കാനും ഒക്കെ കൊടുക്കുന്നത്. ഇത് ശമ്പളവും പെൻഷൻ മാത്രമാണ്. 2000 കോടി രൂപ വരെ നമ്മൾ വർഷം കൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് KSRTC. KSRTC ഇപ്പം മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. 24 KSRTC തൊഴിലാളികൾ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത പഴയ കാലമുണ്ട്, UDF കാലം. ആ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ മാറ്റം വന്നു. അപ്പോൾ എന്തായാലും KSRTCയിൽ ഇത് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ തെലങ്കാനയിലും കർണാടകത്തിലൊക്കെ നടപ്പിലാക്കിയതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു കണക്ക് കാണും. എന്തായാലും നിലവിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥിതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അക്കാര്യത്തിനകത്ത് എനിക്കറിയാം. അവർ പുതുതായി പറയുന്ന ആശയങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അതിനകത്ത് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ സ്റ്റേറ്റിന് വേണ്ടിയുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. അതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നവരല്ല. കണക്കൊക്കെ അവർക്കാണ് അറിയുന്നത് പുതിയ കാലത്ത് ചെയ്യാൻ പോകുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. മുൻ സർക്കാർ വലിയ ദൂർത്ത് കാട്ടിയെന്ന ആക്ഷേപമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. പുതിയ സർക്കാരിന് സാമ്പത്തിക രംഗത്ത് കൊടുക്കാൻ കഴിയുന്ന ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഉപദേശം ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായ താങ്കളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ട്? അങ്ങനെ വലിയ ഉപദേശമൊന്നും നൽകേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് വെറും ചെറിയ ചെറിയ രാഷ്ട്രീയം പറഞ്ഞ് പോകേണ്ടതല്ല. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് നയസമീപനം ആണ് ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ വലിയ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളെയും ഇപ്പം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ കൂട്ടിച്ചേർത്ത് നടത്തിയിട്ടുള്ള വലിയൊരു ഫൈറ്റുണ്ട്. കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസിന് പോയ സംഭവമുണ്ട്. ഇതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ നിരന്തരം നടത്തിയ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ധനകാര്യ കമ്മീഷന്റെ തന്നെ തുക കൂടിയത്. ഈ 10,000 കോടി രൂപ ഈ വർഷം അധികം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതേപോലെയുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേന്ദ്രവുമായിട്ട് കിട്ടാനുള്ള അർഹമായ തുക കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം. നമ്മളിവിടെ ധൂർത്ത് നടത്തി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം ഇത്രയേറെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന വേറൊരു ഘട്ടമില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. കൂടുതൽ ആളുകൾക്ക് വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരാനും പഠിക്കാൻ വരാനും ജോലി ചെയ്യാൻ വരാനും ഒക്കെ പറ്റുന്ന സ്ഥലമായിട്ട് നമ്മുടെ നാടിനെ മാറ്റണം. വിഴിഞ്ഞം തുറമുഖം ഈ ധൂർത്തെന്ന് ഇവർ പറയുന്ന കാലത്താണ് ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത ഒരു കാലത്ത് വിഴിഞ്ഞം തുറമുഖം പോലൊരു വലിയ തുറമുഖം സംസ്ഥാനം ഒറ്റയ്ക്ക് സ്വന്തം ചുമരിൽ അതിന്റെ ഉത്തരവാദിത്വമായിട്ടോടെ നിർമ്മിച്ചത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതെല്ലാം ചെയ്തൊരു സംസ്ഥാന സർക്കാരിനെ പറ്റി തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി. ആ പരാജയം അംഗീകരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ആ പരാജയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തെറ്റായ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെയും കൂടെ ചേർത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു മുൻ സർക്കാരിന്റെ ഒരു ശൈലി. പ്രതിപക്ഷം അത് സഹകരിച്ചില്ല എന്ന ആക്ഷേപം നിങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുമുണ്ട്. ഇത്തവണ ഈ ഒരു യോജിച്ച മൂവ്മെന്റിന് സർക്കാർ ക്ഷണിക്കുകയാണെങ്കിൽ പ്രതിപക്ഷമൊപ്പം ഉണ്ടാവുമോ? ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനന്ന് ധനകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ UDF വന്നോ? ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തേ? ഏറ്റവും അവസാനത്തെ സമ്മേളനം ബഡ്ജറ്റ് അവതരിപ്പിച്ച ആ സെഷനിൽ, ബഡ്ജറ്റ് സെഷൻ സാധാരണ ആരും ഒഴിവാക്കില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും കൂട്ടുകാരും വന്നത് പങ്കെടുത്തോ? ആ സെഷൻ തന്നെ ഒഴിവാക്കിയില്ലേ? ഞങ്ങളങ്ങനല്ല. ഇപ്പം സത്യപ്രതിജ്ഞയ്ക്ക് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആ പരിപാടി പങ്കെടുക്കാൻ പോയല്ലോ. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം മറ്റ് LDF നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ ക്രിയാത്മകമായ ഇക്കാര്യങ്ങളിൽ യോജിക്കും. പക്ഷേ
കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി എല്ലാം യോജിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും എതിരായി വരുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയും ചെയ്യും. കിഫ്ബിയാണ് എപ്പോഴും നമ്മൾ ഉയർത്തിക്കാട്ടിയ ഒരു ടൂള്. ഒരു കാര്യം കൂടി ടൂള്. പക്ഷേ അന്നത്തെ പ്രതിപക്ഷം ഇത് എന്നും എതിർത്തിരുന്നുണ്ട്. കിഫ്ബി വലിയ രീതിയിൽ ദൂർത്താണ്, കിഫ്ബിയെ മോശമായി ആ രീതിയിലേക്കായിരുന്നു ലൈൻ. അപ്പോൾ കിഫ്ബി ഇനി വേണ്ടെന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ സർക്കാരിൽ നിന്ന്. കിഫ്ബി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് സംസ്ഥാനത്തിന് തിരിച്ചടി ഉണ്ടാക്കും, അങ്ങനെ കരുതുന്നുണ്ട്? നിലവിലെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം മാറ്റി അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ചുമതല ഏറ്റെടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് ഒരു തുടർച്ചയാണെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടിയാണ് ഏത് ഗവൺമെന്റ് പ്രവർത്തിക്കുക. അപ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തത് തുടരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത് തുടർച്ചയാണ്. ഏത് ഗവൺമെന്റിനും നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടും ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടും നമ്മുടെ ഭരണപരമായ ചട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂ. ആ ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യുമ്പോൾ ചില കാര്യത്തിൽ പ്രയോറിറ്റീസ് മാറാം, ചില കാര്യത്തിൽ ഒരു പോളിസി എടുക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ആകെ ഇതില്ലാതാക്കാനൊന്നും ചെയ്യാൻ ആര് വിചാരിച്ചാലും അത് ഒരു ഡിസാസ്റ്റർ ആയിരിക്കും, നാശം ഉണ്ടാക്കത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കളുടെ ബജറ്റ് പൊളിച്ച് ചില കൂട്ടിച്ചേർത്തൽ വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ സർക്കാരിന്റെ ബജറ്റിൽ. ആ ബജറ്റിന് വേണ്ടിയുള്ള വിഭവം, ഈ പുതിയ കൂട്ടിച്ചേർക്കാനുള്ള വിഭവം എങ്ങനെ കണ്ടെത്തുമെന്നൊരു ചോദ്യം കൂടിയല്ലേ. എന്ത് മാജിക്കായിരിക്കും അവർക്ക് കാണിക്കാൻ പറ്റുക? അത് നമുക്കത് അവതരിപ്പിക്കുമ്പോൾ കാണാനേ പറ്റുള്ളൂ എന്താണ് അവർ ചെയ്യാൻ വന്നത്. എപ്പോഴും ധനകാര്യമന്ത്രിമാരുടെ ഒരു പ്രെറോഗേറ്റീവും അവരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും അവർ വകുപ്പുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റേറ്റിന് ഗുണകരമായ കാര്യങ്ങൾ ഏത് വന്നാലും 100% ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. താങ്ക് യു. എന്തായാലും മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സംസ്ഥാനം പാപ്പരാണെന്ന് എ.കെ. ആന്റണിയുടെയും പ്രസ്താവനയെ അതിശക്തമായി കണക്കുകൾ നിരത്തി എതിർക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുണ്ടെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വാദിക്കുന്നു. ഒപ്പം തന്നെ ധവളപത്രം പുറക്കം തിറക്കുന്നു എന്ന പുതിയ സർക്കാരിന്റെ തീരുമാനത്തെ അതേ രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയാണ്. അതേ രീതിയിൽ തന്നെ അത് മുന്നിൽ കാണാമെന്ന ഒരു ഏറ്റെടുപ്പ് കൂടിയാണ് മുൻ ധനമന്ത്രിയിൽ നിന്നും ഉണ്ടാവുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. പുതിയ ബജറ്റ് അവതരണമടക്കം സഭയിൽ നടക്കാനിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ പ്രതിപക്ഷ നീക്കം എന്തൊക്കെയാണ് എന്നതും നിർണായകമായിരിക്കും. ക്യാമറാമാൻ അരുൺ പാലോട്ടിനൊപ്പം ടി ജി സജിത്, ന്യൂസ് 8. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.